എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽകുമാർ, ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് PMRF-നെ കുറിച്ചാണ്. നിങ്ങളെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളത്. ഇന്ത്യയിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികച്ച ഒരു സ്കോളർഷിപ്പാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളത്. ഇത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിമാസം 70,000 രൂപ മുതൽ 80,000 രൂപ വരെ സ്കോളർഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ സ്കോളർഷിപ്പ് മേടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗവേഷണ ബിരുദം PhD പൂർത്തിയാക്കുവാനും അങ്ങനെ നല്ലൊരു കരിയറിലേക്ക് മാറുവാനായിട്ടും കഴിയും. അപ്പം അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണുക. വീണ്ടും സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. അപ്പം ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആരംഭിച്ച ഒരു സ്കോളർഷിപ്പാണ് PMRF എന്നുള്ളത്. പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. 2018-19 കേന്ദ്ര ബജറ്റിലെ ഇതേക്കുറിച്ചുള്ള ആദ്യമായിട്ട് ഇത് അനൗൺസ് ചെയ്യുകയും പിന്നീട് ഇത് നടപ്പാക്കുകയും ചെയ്തു. ഇത് നടപ്പാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IITs, അതുപോലെ ISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതുപോലെ IISc ബാംഗ്ലൂർ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ചില NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇതിൽ ഗവേഷണം നടത്തുന്നതിനാണ് ഈ സ്കോളർഷിപ്പ് മെയിൻ ആയിട്ട് നൽകുന്നത്. അപ്പൊ ഈ കാൻഡിഡേറ്റ്സിന് വേണ്ടി നമ്മുടെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് തന്നെ വളരെ ഒരു റിഗറസ് ആയിട്ടുള്ള പ്രോസസ് വഴിയാണ്. മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചാലും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒരു അസസ്മെന്റ് ഉണ്ട്. അസസ്മെന്റ് അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം വളരെ ക്രിട്ടിക്കലായിട്ട് നല്ല ഔട്ട്പുട്ട്, നല്ല പബ്ലിക്കേഷൻസോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ അവൈൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പുള്ളിക്കാരെ കുട്ടികൾക്ക് അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം PMRF ഗ്രാൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഏതൊക്കെ നമുക്ക് നോക്കാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ISER എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ്. അതിന്റെ 7 സ്ഥാപനങ്ങളുണ്ട്. ബറാംപൂര്, കൊൽക്കത്ത, ഭോപ്പാൽ, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി, അങ്ങനെ 7 ISER ഉണ്ട്. അതുകൂടാതെ ജാമിയ മിലിയ ഇസ്ലാമിയ, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, NIT തിരുച്ചിറപ്പള്ളി, NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് കൂടാതെ ഇന്ത്യയിലെ 23 IITs കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതില് 23 IITs ഭിലായ്, BHU, ഭുവനേശ്വർ, മുംബൈ, ഡൽഹി, ധാർവാഡ്, ധൻബാദ്, ഗാന്ധിനഗർ, ഗോവ, ഗുവാഹട്ടി, ഹൈദരാബാദ്, ഇൻഡോർ, ജോധ്പൂർ, കാൺപൂർ, ഖരഗ്പൂർ, മദ്രാസ്, മണ്ഡി, പട്ന, റൂർക്കി, റോപ്പാർ, ജമ്മു, പാലക്കാട്, തിരുപ്പതി, അങ്ങനെ 23 IITs ആണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ ഈ 38 സ്ഥാപനങ്ങളാണ് ഇതിന് ഈ PMRF അവാർഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് ഇനിയും എങ്ങനെയാണ് സെലക്ഷൻ നമുക്ക് നോക്കാം. 2 തരത്തിൽ നമുക്ക് ഈ PMRF സ്കോളർഷിപ്പിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുണ്ട്. ഒന്ന് ഡയറക്റ്റ് എൻട്രി ചാനൽ എന്ന് പറയും, രണ്ടാമത്തെ ലാറ്ററൽ എൻട്രി വഴി, ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഒന്നാമത് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചാനലിനെ കുറിച്ച് നോക്കാം. അങ്ങനെ അപേക്ഷിക്കുന്ന ചില ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പം ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ IITs, NIT, IISc, അതുപോലെ ISER ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ MSc അല്ലെങ്കിൽ ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസ് പോലെയുള്ള അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ 4 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MTech, ഇന്റഗ്രേറ്റഡ് MSc, അതുപോലെ 5 ഇയർ UG PG ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ്, സയൻസും ടെക്നോളജിയും വരുന്നതാണ്. ഈ കോഴ്സുകളൊക്കെ IIScയിൽ IITയിലൊക്കെ നടത്തുന്നതാണ്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ, അപ്പൊ അതിൽ കണ്ടീഷൻ ഉണ്ട്. അവർക്ക് ഓവറോൾ 10 പോയിന്റ് സ്കെയിലിലെ 8 CGPA ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം ഏതെങ്കിലും കാരണവശാൽ UGയും PGയും ഉള്ള കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ UGയുടെ ആദ്യത്തെ 4 സെമസ്റ്ററിന്റെ CGPA ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞ IITs, NIT അല്ലെങ്കിൽ ISER അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലാതെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇന്റഗ്രേറ്റഡ് കോഴ്സ് പോലെയുള്ള 5 ഇയർ കോഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന MTech, MSc അങ്ങനെ പഠിച്ചിരുന്ന, അതുപോലെ ഡ്യുവൽ ഡിഗ്രി കോഴ്സിനൊക്കെ പഠിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അവർക്കും ഇതുപോലെ CGPA 10 പോയിന്റ് സ്കെയിലിലെ 8 CGPA ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഗേറ്റ്
പരീക്ഷയിൽ അവരുടെ സബ്ജക്ട് കൺസേൺഡ് സബ്ജക്റ്റിൽ 650 മിനിമം സ്കോറെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ എംടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പൊ IITs അങ്ങനെയുള്ള ഇതുപോലെ PMRF പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് ഗ്രാന്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എംടെക് MS ബൈ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അവർക്കും 10 പോയിന്റ് സ്കെയിലിൽ 8 CGP ഉണ്ടെങ്കിൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം അതിന്റെ ഒന്നാം സെമസ്റ്ററെങ്കിലും അവർ കംപ്ലീറ്റ് ചെയ്യണം. അതിനകത്ത് മിനിമം 4 കോഴ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സ്കോർ ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ അവർക്ക് അവരുടെ കോഴ്സ്, ലാബ്, തീസിസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തായിരിക്കും അവർക്ക് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ കുട്ടികൾ PhD പ്രോഗ്രാമിന് വേണ്ടി പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് ഗ്രാന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും അപ്ലൈ ചെയ്യുകയും അത് സെലക്ട് ചെയ്യപ്പെടുകയും വേണം. അതേപോലെ ആ ഗ്രാന്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കുട്ടികളെ അവിടെ അഡ്മിറ്റ് ചെയ്തു, അവരെ മെറിറ്റോറിയസ് ആവുന്ന രീതിയിൽ നല്ലൊരു സ്ട്രോങ് റെക്കമെൻഡേഷനോടുകൂടി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം ഈ പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് വെബ് പോർട്ടലിലേക്ക് ഇവരുടെ കുട്ടികളുടെ പേരുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് നേരിട്ട് നമുക്ക് ഇതിന് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ആ സ്ഥാപനം വേണം നമ്മളെ നോമിനേറ്റ് ചെയ്യാനായിട്ട്. PMRF വെബ് പോർട്ടലിലേക്ക് ഇപ്പം നമ്മളെ സ്ട്രോങ് റെക്കമെൻഡേഷനോടുകൂടി നമ്മൾ പേര് സമർപ്പിക്കേണ്ടത് അവരാണ്. അതോടൊപ്പം ഈ പേര് കൊടുക്കുന്നതോടൊപ്പം നല്ല ഒരു പ്രപ്പോസലും റിസർച്ച് പ്രപ്പോസലും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റുഡൻസിന് നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ PMRF കൊടുക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറുവാനും കഴിയത്തില്ല. അതുപോലെ എങ്ങനെ നമ്മൾ ക്രൈറ്റീരിയ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളുടെ പബ്ലിക്കേഷൻ ഏതെങ്കിലും നല്ല റിസർച്ച് ജേണലിലുള്ള പബ്ലിക്കേഷൻസ്, അതേപോലെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, മാത്സ് ഒളിമ്പ്യാഡ്, പ്രോഗ്രാമിംഗ് കണ്ടസ്റ്റ് അങ്ങനെയൊക്കെ പങ്കെടുത്തവർക്കും നല്ല റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഒക്കെ ഉള്ളവർക്കും ഇതിന് തീർച്ചയായും മുൻഗണന കിട്ടും സെലക്ഷന് വേണ്ടി എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ സ്കോളർഷിപ്പിന് കിട്ടിയ കുട്ടികൾക്കും അവരുടെ 12, 17, ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ വീണ്ടും അസസ്മെന്റ് ഉണ്ടാകും. ഒരു PMRF പാനൽ ഉണ്ടാകും. അവർ ഇവരുടെ റിസർച്ച് പുരോഗതിയൊക്കെ നല്ലപോലെ അസസ് ചെയ്തിട്ടായിരിക്കും ഭാവിയിലേക്ക് അടുത്ത വർഷങ്ങളിലേക്ക് സ്കോളർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു റിസർച്ച് പ്രപ്പോസൽ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. അതുപോലെ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് ആ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ പേര് നല്ല സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് ഈ സ്കോളർഷിപ്പ് PMRF കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കിട്ടും. അതിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് നല്ല ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകൾ, അതുപോലെ ഇന്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പേപ്പർ പ്രസന്റ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിലേക്ക് സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ സ്കീമാണ് ലാറ്ററൽ എൻട്രി ചാനൽ വഴി. അത് നമ്മൾ ഡയറക്റ്റ് എൻട്രി ചാനലായിരുന്നു. ലാറ്ററൽ എൻട്രി ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ട് പറയാം. നമുക്ക് ബിടെക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് PhDക്ക് ചേർന്നതിന് ശേഷം 24 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷവും, അതുപോലെ MTech കഴിഞ്ഞ് PhDക്ക് ചേർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 12 മാസത്തിന് ശേഷം, അത് 1 വർഷത്തിന് ശേഷവും അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ആ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്നാണോ ജോയിൻ ചെയ്തത്, ഈ കോഴ്സ് എന്നാണോ ജോയിൻ ചെയ്തത് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ 12 മാസവും 24 മാസവും നിർണ്ണയിക്കപ്പെടുക. അപ്പം അവരുടെ അതിനെ ബേസ് ചെയ്യാണ് അവർക്ക് ആ സ്കോളർഷിപ്പ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് അവരുടെ ആ കോഴ്സ് വർക്കിലെ PhD പ്രോഗ്രാമിന്റെ കോഴ്സിൽ ഓരോ കോഴ്സിനും 10 പോയിന്റ് സ്കെയിലിൽ മിനിമം CGPA ആയിട്ട് 8.5 നേടിയിരിക്കണം. അതുപോലെ നമ്മൾ ആ കുട്ടികൾ പഠിച്ചിരിക്കുന്ന PMRF ഗ്രാന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഇവരുടെ പേര് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് അത് വെബ് പോർട്ടലിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. മാത്രമല്ല അതിനോടൊപ്പം ഒരു നല്ല റിസർച്ച് പ്രപ്പോസലും നിങ്ങളുടെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പിയും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൺസിഡർ ചെയ്തായിരിക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അവരെ തിരഞ്ഞെടുക്കപ്പെടുക. അപ്പം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഈ PhD ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും PMRF കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു, PhDക്ക് അഡ്മിഷൻ കിട്ടിയവരായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൂടാതെ അവർ വീണ്ടും വേറെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറുവാനായിട്ട് അവരെ അലോ ചെയ്തില്ല. അപ്പം അവിടെ തന്നെ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ ഉള്ള മെയിനായിട്ട് ഇതിന്റെ എല്ലാം ഏത് കാറ്റഗറിയാണ് സെലക്ഷൻ മെയിനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല റിസർച്ച് പ്രപ്പോസലിന്റെ ക്വാളിറ്റി, അതുപോലെ നല്ല ജേണലിലുള്ള പബ്ലിക്കേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ളതെല്ലാം വെയിറ്റേജ് ആയിട്ട് എടുത്താണ് അവര് ഈ ഇതിനു വേണ്ടിയുള്ള ഫൈനൽ സെലക്ഷൻ നടത്തുക. നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ടിനെ കുറിച്ച് നോക്കാം. ഈ സ്കോളർഷിപ്പിന് PMRFന് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 1-2 വർഷം 70,000 രൂപ വീതമായിരിക്കും സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക. അതിനുശേഷം 3-ാം വർഷം 75,000 രൂപയും 4-മത്തെയും 5-മത്തെയും വർഷം 80,000 രൂപയും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ സ്കോളർഷിപ്പ് തുക കൂടാതെ അവർക്ക് ഓരോ വർഷവും 2 ലക്ഷം രൂപ റിസർച്ച് ഗ്രാന്റ് ആയിട്ട് ലഭിക്കും. അങ്ങനെ 5 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭിക്കാനുള്ള സൗകര്യവും ഉണ്ട്.
ഈ നേരത്തെ പറഞ്ഞ് നമുക്ക് നേരിട്ട് സ്റ്റുഡൻസിന് നേരിട്ട് കാൻഡിഡേറ്റ്സ് നേരിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഏത് സ്ഥാപനങ്ങളാണ് അവർ പഠിക്കുന്നത് ആ സ്ഥാപനം വേണം അവരെ PMRF വെബ് പോർട്ടലിലേക്ക് ഇവരുടെ പേര് സജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിനുള്ള സമയമാണ് ഇപ്പോൾ 2021 മാർച്ച് 1 വരെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, പേര് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഈ വർഷത്തെ PMRF ഡിസംബർ 2020 ഈ കോർഡിനേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹി IIT ആണ്. ഡൽഹി IITയുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി PMRF support@iitd.ac.in എന്ന സൈറ്റിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ IIT ഡൽഹിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, ഹൗസ് കസ് ന്യൂഡൽഹി എന്നുള്ള അതിന്റെ അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല എമൗണ്ടോടുകൂടി നല്ല രീതിയിൽ ഗവേഷണം നടത്തുവാനായിട്ട്, സ്കോളർഷിപ്പോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് ഇതിന് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് കഴിയും. ഇപ്പൊ ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, എലിജിബിൾ ആയിട്ടുള്ളവർക്ക് തീർച്ചയായും അവർ പഠിക്കുന്ന സ്ഥാപനം മേധാവി മുഖേന അത് അവരുടെ പേര് അപ്ലോഡ് ചെയ്യപ്പെടുകയും സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ കരിയർ സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെയാണ് ഈ ചാനൽ പബ്ലിഷ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭകരമായ ഭാവി ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.